അതേ ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് എപ്പോഴെന്നറിയുമോ? അള്ളാഹുവിനെ സ്മരിക്കുമ്പോഴാണ്, അതേ ദിക്ർ ചൊല്ലുമ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസ് തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. ഇവിടെ ചൊല്ലിയതെന്താണ്? ദിക്റുകളല്ലയോ, മഹാന്മാരെ സ്മരിച്ചതല്ലയോ, മഹാനരായ താജുല്ലുലമയുടെ അനുസ്മരണമല്ലയോ, മഹാനരായ ശൈഖ് ജീലാനി തങ്ങളെ അനുസ്മരിക്കുന്ന മജ്ലിസല്ലയോ, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവരെ അനുസ്മരിക്കുന്ന മജ്ലിസല്ലയോ? അപ്പോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മൾ ഈ അനുസ്മരണ മജ്ലിസുകളിലേക്ക് വന്നാൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത സമാധാനമാകും, നമ്മുടെ മനസ്സിന് വല്ലാത്ത റാഹത്താകും. അതേ വിഷമങ്ങൾ അനുഭവിക്കുന്നവരില്ലയോ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരില്ലയോ, അവർക്കൊക്കെ സമാധാനമുണ്ടാകാൻ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ കാരണമാകും. അതിനാണ് ഈ ജലാലിയ മജ്ലിസ് നമ്മൾ നടത്തുന്നത്. എല്ലാവർക്കും സമാധാനം ഉണ്ടാകാനാണ്, നാട്ടിൽ ഐശ്വര്യമുണ്ടാകാനാണ്, നാട്ടിൽ സമൃദ്ധി ഉണ്ടാകാനാണ്. അപ്പൊ നമ്മ ദൂരെ നിന്ന് നോക്കേണ്ടവരല്ല, മജ്ലിസിലേക്ക് വരേണ്ടവരാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഖുർആൻ പറയുകയാണ്, അതേ അല്ലാഹു തആല പറയുന്നു, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ സ്മരിക്കണം, എന്നാൽ ഞാൻ നിങ്ങളെ സ്മരിക്കും. അതേ അല്ലാഹു തആല നമ്മൾ സ്മരിച്ചാൽ അല്ലാഹു തആല നമ്മളെ സ്മരിക്കും. അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ഇഹ്ഫദില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പരിഗണിക്കണം, അല്ലാഹുവിനെ പരിഗണിക്കണം, എന്നാൽ നിങ്ങൾ അല്ലാഹു പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ പരിഗണിക്കണം, അല്ലാഹുവിനെ മൈൻഡ് ചെയ്യണം. ഈ ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണ് ദൂരത്ത് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അവിടെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ആളില്ലാതൊന്നല്ല ഈ നാട്ടിൽ, ആളുണ്ട്, പക്ഷെ വരാനൊരു മടിയാണ്. മടി ഉണ്ടാവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് തങ്ങൾ അവിടുന്ന് ഭക്ഷണത്തിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ആ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളൊക്കെ വരണം. തങ്ങളവർക്ക് വലിയ സന്തോഷമുണ്ടാക്കണം. ഈ മജ്ലിസ് കണ്ടാൽ ചിലപ്പോൾ ബേജാറായി പോകും, ആളുകളില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന്, സംഘാടകരൊന്ന് വന്ന് ഇവിടെ വന്ന് ഇരുന്ന് സഹകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ അധികമായി നിങ്ങൾ എന്താക്കണം? ദിക്ർ ചെയ്യണം, അല്ലാഹുവിനെ സ്മരിക്കണം, ധാരാളം സ്മരിക്കണം. എന്തിനെന്നറിയുമോ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയാണ്, വിജയികളാകാൻ വേണ്ടിയാണ്. അതേ ദിക്റിന് വന്നില്ലെങ്കിൽ, ദിക്റിന്റെ മജ്ലിസിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. വിജയിക്കണോ? ഇത്തരത്തിലുള്ള ദിക്റിന്റെ മജ്ലിസിന് വരണം. അതേ മാസത്തിലൊരിക്കൽ നടത്തുന്ന സ്വലാത്തിന് വരണം. അതേ 2 മാസത്തിലൊരിക്കൽ നടത്തുന്ന മഹ്ദറത്തുൽ ബദ്രിയക്ക് വരണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതേ ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ വരുന്നവരാകണം. നമ്മുടെ മക്കളെ ആ മജ്ലിസിലേക്ക് പറഞ്ഞേക്കണം, നമ്മുടെ ഭർത്താക്കന്മാരെ പറഞ്ഞേക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനദാ ഒരിടത്ത് പറയുന്നത് കാണാം, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനാ ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും ഒരാൾ ദിക്റിന്റെ മജ്ലിസിന് പോകാതെ
അപ്പോൾ ദിക്റിന്റെ മജ്ലിസിനെ നമ്മൾ ആദരിക്കണം, ദിക്റിന്റെ മജ്ലിസിനെ നമ്മൾ ബഹുമാനിക്കണം. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താനാ ഫഹുവ ലഹു കരീൻ. ആരെങ്കിലും ഒരാൾ ദിക്റിന്റെ മജ്ലിസിനെ തൊട്ട് പിന്തിരിഞ്ഞാൽ, ദിക്റില്ലാതെ അല്ലെങ്കിൽ അല്ലാഹുവിനെ സ്മരിക്കാതെ ജീവിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നുഖയ്യിദ് ലഹു ശൈത്താനാ, അവനിക്ക് ശൈത്താനെ കീഴ്പ്പെടുത്തി കൊടുക്കുമെന്നാണ്. ഫഹുവ ലഹു കരീൻ, അവന്റെ കൂട്ടുകാരൻ പിന്നെ ശൈത്താനായിരിക്കുമെന്നാണ്. അവന്റെ കൂട്ടുകാരൻ ശൈത്താനാണ്. അതുകൊണ്ടാണ് നമുക്ക് ദിക്റിന്റെ മജ്ലിസിൽ വന്ന് ഇരിക്കാൻ സാധിക്കാത്തത്, അതുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്. നമ്മെ ശൈത്താൻ സ്വാധീനിപ്പിച്ചു കഴിഞ്ഞു. എന്തേത്? അള്ളാഹുവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കണം. ഖുർആൻ പറയുന്നുണ്ട് ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹി ഉലൈക ഫീ ളലാലിൻ മുബീൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അതേ ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഹൃദയം കടുത്തുപോയവരുണ്ടല്ലോ, അവർക്ക് നാശമാണ്. അവർ വ്യക്തമായ പിഴവിൽ പെട്ടുപോയവരാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അലം യഅനിൽ ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതെ, അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിനെ പേടിക്കാനുള്ള സമയം, അള്ളാഹുവിനെ ഓർത്ത് പേടിക്കാനുള്ള സമയം നിങ്ങൾക്ക് അടുത്തായില്ലയോ? എപ്പോഴാണ് ഇനി കഴിയുക? എപ്പോഴാണ് സാധിക്കുക? അള്ളാഹുവിനെ ഓർക്കുന്നത് എപ്പോഴാ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മുസീബത്തുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്തിലാ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും മുഅ്മിനീങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. എവിടെ നോക്കിയാലും മുഅ്മിനീങ്ങള് മുസീബത്തുകൾ അകപ്പെടുന്നവരാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടണോ? അതേ സലാമത്ത് വേണോ? അതേ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? നമ്മൾ ദിക്ർ ചൊല്ലുന്നവരാകണം. ദിക്റിന്റെ മജ്ലിസുകൾ തേടിപ്പോകണം. ദിക്റിന്റെ മജ്ലിസുകളിലേക്ക് തേടിപ്പോകുന്നവരാകണം. എവിടെയെല്ലാം ദിക്റിന്റെ മജ്ലിസുകളുണ്ടോ ആ മജ്ലിസുകളിൽ പോയി ദിക്ർ ചൊല്ലുന്നവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ഇർതഊ ഫീ റിയാദിൽ ജന്നാ, നിങ്ങൾ സ്വർഗീയ പൂന്തോപ്പിൽ പോയി വേണം. കുല്ലാ വമാ റിയാദുൽ ജന്ന. സ്വഹാബികൾ ചോദിച്ചു, ഏതാണ് നബിയേ സ്വർഗീയ പൂന്തോപ്പ്? സ്വർഗീയ പൂന്തോട്ട് ഏതാണ് നബിയേ? സ്വർഗീയ പൂന്തോപ്പ് ഏതാണ് നബിയേ എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, മജാലിസ് ദിക്രി, ദിക്റിന്റെ മജ്ലിസുകളാണ്, ദിക്റിന്റെ മജ്ലിസുകളാണ് സ്വർഗീയ പൂന്തോപ്പ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇത്രയും മഹത്വമേറിയ മജ്ലിസ് നമ്മൾ മിസ് ചെയ്യരുത്. മഹാനരായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു മുആദേ, നീ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു ദുആ ചെയ്യണം. ഏതെന്നറിയുമോ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, അഇന്നി അലാ ദിക്രിക, നീ എന്നെ ദിക്ർ ചൊല്ലാൻ സഹായിക്കണേ എന്ന് ചൊല്ലുന്ന മഹത്തായ ദിക്ർ, ആ ദിക്ർ ചൊല്ലണേ. ആരാണ് ചൊല്ലുന്നവർ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിക്ർ ചൊല്ലാൻ കഴിയുന്നില്ല അല്ലേ? നിസ്കാര ശേഷം ഈ ദുആ നമ്മൾ ചെയ്യാറുണ്ടോ? ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കറിയുമോ? നമ്മൾ ചെയ്യാറില്ല.